മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം വിദേശ രാജ്യത്തും സ്വന്തം രാജ്യത്തുമൊക്കെ മറ്റു തിരക്കുകളിൽ ആയിരിക്കുമ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഒറ്റപ്പെടുകയാണ് അവരുടെ മാതാപിതാക്കൾ. ജീവിതകാലം മുഴുവൻ വളർത്തി വലുതാക്കിയ മക്കൾ പുതിയ ജീവിതവുമായി വീട് മാറുമ്പോഴും വിദേശത്തേക്കും മറ്റും പോകുമ്പോഴും പല വീടുകളിലും ഒറ്റയ്ക്കാവുകയാണ് മാതാപിതാക്കൾ. മക്കളും കുടുംബവും അന്നുവരെ ജീവിച്ച മാതാപിതാക്കളുടെ കുടുംബം വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ ഏകാന്തതയുടെ പടുകുഴിയിലേക്ക് വീണു പോവുകയാണ് മാതാപിതാക്കളുടെ വാർദ്ധക്യം. പലപ്പോഴും മക്കൾ ആഘോഷങ്ങൾക്കും മറ്റുമായി മാത്രമാണ് വീട്ടിലെത്താറുള്ളത്. അത്തരം ആഘോഷങ്ങളിൽ അവർ എത്തുന്നത് മാത്രമാണ് മക്കളുമായുള്ള പല മാതാപിതാക്കളുടെയും ആകെയുള്ള ഒരേയൊരു ബന്ധം. അങ്ങനെ വല്ലപ്പോഴും ആഘോഷങ്ങൾക്ക് മാത്രം വീട്ടുകളിലെത്തുന്ന അതിഥികളായി മക്കൾ ഒതുങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കൾ അവരിൽ സംതൃപ്തരല്ല. അവരിൽ ദുഃഖവും വിഷാദവും കുടിയിരിക്കുന്നു. അങ്ങനെ ആണ്ടിലും കൊല്ലത്തിലും മാത്രം മാതാപിതാക്കളെ തേടി വരുന്ന മക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് പല മക്കളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാതാപിതാക്കളെ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നത്. അതായത് അവരുടെ കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴോ വയ്യായികൾ ഉണ്ടാവുമ്പോഴോ എല്ലാം ഒരു പകരക്കാരിക്കോ പകരക്കാരനോ പകരമായാണ് അവർ മാതാപിതാക്കളെ പലപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് പോലും തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായി ചുരുങ്ങുകയാണ് ചില മാതാപിതാക്കളുടെ അവസ്ഥകൾ. പലതരത്തിലും ആശിച്ചു മോഹിച്ചു വളർത്തിയ മക്കളിൽ നിന്ന് വേലക്കാർക്ക് സമാനമായിട്ടുള്ള ഒരു രീതി മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം വേദനയിലാഴുകയാണ്. അവരുടെ മനോവ്യഥ പലപ്പോഴും പല മക്കൾക്കും ആലോചിക്കാൻ പോലും കഴിയാറുമില്ല. പുതിയ തലമുറയിലെ പല ആളുകളും കരുതുന്നത് അവരുടെ മാതാപിതാക്കളുടെ ചിന്താഗതി വളരെ പഴയതാണെന്നാണ്. അവർ പഴയ കാലത്ത് ജീവിക്കുന്നവരാണെന്നും അവരുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാനാകില്ലെന്നും വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പഴഞ്ചൻ അഭിപ്രായങ്ങളും ചിന്താഗതികളുമാണെന്ന് പലപ്പോഴും പറഞ്ഞ് അവർ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതും കാണാം. പക്ഷേ ആ മക്കൾ തിരിച്ചറിയാത്ത ഒരു വലിയ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ കണ്ട കാലഘട്ടത്തിലല്ല അവർ ഇപ്പോൾ ജീവിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടം അവർക്ക് വളരെയധികം പുതുമയുള്ളതാണ്. മാറിയ കാലത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. ടെക്നോളജിയും സാമൂഹിക അവസ്ഥകളുമെല്ലാം മാറ്റത്തിലേക്കുള്ള പാതയിലാണ്. പലപ്പോഴും അവർ കണ്ടു പരിചരിച്ച ആളുകളെ പിൻപറ്റിയാണ് അവർ ജീവിക്കുക. അത്തരത്തിൽ പിൻപറ്റി ജീവിച്ചതുകൊണ്ട് മാത്രമാണ് അവർ കുട്ടികളോട് വളരെയധികം ഡെഡിക്കേറ്റഡായി അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചു പോന്നിട്ടുള്ളത്. പലപ്പോഴും മികച്ച ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടായിട്ടും മക്കളുടെ ഏറ്റവും നല്ല ഭാവിയെയും അവരുടെ സൗകര്യങ്ങളെയും കരുതി നല്ല ഭക്ഷണം പോലും കഴിക്കാതെയാണ് പല മാതാപിതാക്കളും കുട്ടികൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെ അവർക്കുള്ള സൗഭാഗ്യങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഇടയ്ക്കെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചതെന്ന് പറയുന്നത്. പലപ്പോഴും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അവർ കരുതി വെക്കുന്നത്. അവരുടെ എല്ലാ ജീവിത സന്തോഷങ്ങളും മക്കളുടെ സുഖങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്. ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുന്ന ജീവിക്കുന്ന ആളുകൾക്ക് വലിയ ഏകാന്തതയാണ് അവരെ കാത്തിരിക്കുന്നത്. ഈ കടുത്ത ഏകാന്തത അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും അല്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നതും ഒറ്റപ്പെടുന്നതും മനസ്സിൽ സന്തോഷമില്ലാതാകുന്നതും എല്ലാം അകാല വാർദ്ധക്യത്തിലേക്ക് അവരെ നയിക്കുന്ന കാരണങ്ങളാണ്. വീടുകളിലുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ചിന്ത വീട്ടിൽ അവരുടെ കൂടെ ആരുമില്ലാത്ത ഒരു സമയത്ത് അസുഖം വന്നാൽ തങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നതുപോലുമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിന്റെ മുഖമാണ് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. ആരും നോക്കാനില്ലാതെ മരിച്ചു പോകുമോ എന്ന ഭയം പോലും ഉലച്ചു കളയുന്നു. പലപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ നല്ല ജീവിതത്തെ കരുതി അവരുടെ സമ്പാദ്യം മുഴുവൻ മക്കളുടെ ജീവിതത്തിൽ അർപ്പിക്കാറാണ് പതിവ്. അങ്ങനെ എല്ലാം മക്കൾക്ക് വേണ്ടി നൽകുന്നതിനാൽ ഭാവിയെ കരുതിയുള്ള സമ്പാദ്യം ഇവർക്കില്ല. ഇത്തരത്തിലുള്ള ചിന്ത പോലും അവരെ മാനസികമായി അലട്ടും. ഇത്തരം കാര്യങ്ങളിൽ മക്കൾക്ക് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ വലിയ കാര്യങ്ങളാണ്. കടുത്ത ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കഴിയുന്ന മാതാപിതാക്കളുടെ ഒപ്പം കുറച്ച് സമയം ചിലവിടുന്നതിനും അവരുടെ വർത്തമാനങ്ങൾ കേട്ടിരിക്കുന്നതിനും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും സമയം കണ്ടെത്തുന്നത് അവരുടെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുന്നൊരു കാര്യമാണ്. ഒപ്പം മാതാപിതാക്കളുടെ ഒപ്പം യാത്ര ചെയ്യുകയും അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങി നൽകുകയും സിനിമയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു സന്തോഷമുള്ള മനസ്സ് അവർക്ക് കുറച്ചു കാലമെങ്കിലും നൽകുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് കുറച്ച് പണം
നൽകുന്നതും ഒരുപക്ഷെ അവരെ സന്തോഷിപ്പിക്കാവുന്ന കാര്യമാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും മാതാപിതാക്കളും മരുമക്കളും തമ്മിൽ കലഹമുണ്ടായിരിക്കും. അത്തരം കലഹങ്ങളുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് പരിഹരിച്ച് ഒത്തുപോകുകയാണ് ഏറ്റവും നല്ലത്. അത്തരത്തിൽ സമാധാനപൂർണമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുമ്പോൾ വീട്ടിലൊറ്റയ്ക്കാവുന്ന മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. ഒരു കാലത്ത് നമുക്കെല്ലാം ആയിരുന്നവരാണ്. അവർക്ക് വയ്യാത്ത കാലത്ത് അവർക്ക് നമ്മളും എല്ലാം ആകേണ്ടതുണ്ട്.